ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വിമലകമലനേത്രം വിസ്ഫുരൻ നീലഗാത്രം തപനകുലപവിത്രം ദാനവധ്വാന്തമിത്രം ഭുവനശുഭചരിത്രം ഭൂമിപുത്രീകളത്രം ദശരഥവരപുത്രം നൗമി രാമാഖ്യമിത്രം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. രാം രാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ആരണ്യകാണ്ഡത്തിൽ വരുന്ന അവസാനത്തെ സ്തുതിയായ കബന്ധ സ്തുതിയാണ് ഇന്നിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത്. വിരാട് രൂപത്തിലുള്ള സ്തുതിയാണ്. വളരെ വളരെ ഹൃദ്യമാണ്. ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനുമൊത്ത് ആകുലനായി സീതയെ ആരായിൽ തുടരുന്നു. അങ്ങനെ കാട്ടിൽ അലയുന്നതിനിടെ രാക്ഷസാകൃതിയിലുള്ള ഒരു സത്വത്തെ കാണാനിടയായി. പേടി തോന്നിക്കുന്ന അതിൻ്റെ രൂപം എങ്ങനെയുള്ളതായിരുന്നു? അതിന് മാറത്താണ് വായ, കണ്ണ് മുതലായവയില്ല. കൈകൾക്ക് നീളം 1 യോജനയുണ്ട്. കാലും തലയുമില്ല. കുമാരന്മാർ ഈ സത്വത്തിൻ്റെ കൈകൾക്കിടയിൽ പെട്ടുപോയി. എങ്ങനെ അതിൽ നിന്ന് രക്ഷ നേടും? ഉടൻ തന്നെ ശ്രീരാമചന്ദ്രൻ ആ സത്വത്തിൻ്റെ വലങ്കൈ അറുത്തു. ലക്ഷ്മണകുമാരൻ ഇടം കൈയും. സത്വത്തിന് അത്ഭുതമായി. എൻ്റെ കൈകൾ അറുക്കാൻ കരുത്തരായി ഈ 3 ലോകത്തും ആരുമില്ല. കാഴ്ചയിൽ വിസ്മയമുളവാക്കുന്ന നിങ്ങളിരുവരും ആരാണ്? നിങ്ങൾ എങ്ങനെ ഈ കൊടുങ്കാട്ടിൽ വരാനിടയായി? സത്യം പറയൂ. ഇത് കേട്ട് പുഞ്ചിരിയോടെ ശ്രീരാമചന്ദ്രൻ ഉത്തരം നൽകുന്നു. അത് കേട്ട് ആ സത്വത്തിന് കബന്ധൻ എന്നാണ് ആ സത്വത്തിൻ്റെ പേര്. കബന്ധൻ്റെ മനസ്സ് തെളിഞ്ഞു. കബന്ധൻ പറയുന്നു, അങ്ങ് ശ്രീരാമനാണെങ്കിൽ അടിയന് ധന്യതയായി. അങ്ങയെ നേരിട്ട് കാണാൻ കഴിഞ്ഞല്ലോ. പിന്നീട് കബന്ധൻ തൻ്റെ സ്വന്തം കഥ വെളിപ്പെടുത്തുകയാണ്. താനൊരു ഗന്ധർവനായിരുന്നു എന്നും അഹങ്കാരത്താൽ മതിച്ചു നടക്കവേ അഷ്ടാവക്രനെ അപഹസിച്ചു എന്നും അങ്ങനെ മുനിയുടെ ശാപത്താൽ ഒരു രാക്ഷസനായി തീർന്നു എന്നും പറയുന്നു. പിന്നീട് സന്തോഷിച്ച് അഷ്ടാവക്രമുനി ശാപമോക്ഷം നൽകി. സാക്ഷാൽ മഹാവിഷ്ണു ദശരഥന്റെ മകനായി ത്രേതായുഗത്തിൽ അവതരിക്കും. അദ്ദേഹം നിന്റെ കൈകൾ അറുക്കുമ്പോൾ നിനക്ക് മോക്ഷം കൈവരും എന്നതായിരുന്നു ആ മുനി നൽകിയ ശാപമോക്ഷം. രാക്ഷസനായ കബന്ധൻ പിന്നീട് ഒരിക്കൽ ഇന്ദ്രനെ ആക്രമിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് കബന്ധൻ്റെ തലയറുത്തു. പക്ഷെ അപ്പോഴും മരണം സംഭവിച്ചില്ല, ബ്രഹ്മാവ് കൊടുത്ത വരത്തിനാൽ. അങ്ങനെ വധിക്കത്തക്കവനല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇന്ദ്രൻ എന്തു ചെയ്തു? ഈ രാക്ഷസന്റെ തല വയറ്റിനകത്താക്കി. അപ്രകാരം തലയും കാലുകളും വയറ്റിലായതോടെ 2 കൈയും ഓരോ യോജന നീണ്ടു. പിന്നീട് ഇന്ദ്രകൽപ്പന പ്രകാരം ഇങ്ങനെ ജീവിക്കുകയാണ്. കൈകൾക്കിടയിൽ പെട്ടുപോകുന്ന ആ ജീവികളെയൊക്കെ ഭക്ഷിച്ചുകൊണ്ട്. കബന്ധൻ രാമലക്ഷ്മണന്മാരോട് പറയുന്നു, എൻ്റെ ദേഹം തീയാളിച്ച് എരിച്ചു തരൂ. അങ്ങയുടെ പത്നി പോയ വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ലക്ഷ്മണൻ കബന്ധൻ്റെ ശരീരം അഗ്നിക്കിരയാക്കി. ആ ശരീരത്തിൽ നിന്ന് ഒരു ദിവ്യരൂപി ഉയർന്നു വരുന്നത് കാണായി. അദ്ദേഹം ശ്രീരാമനെ പ്രദക്ഷിണം ചെയ്തു, നമസ്കരിച്ചു. അക്ഷരം ഇടറുന്ന അരുമപദങ്ങളാൽ സ്തുതി ആരംഭിച്ചു. ആ സ്തുതിയിലേക്ക് നമ്മൾ കടക്കുകയാണ്.
നിന്തിരുവടിയുടെ തത്വമിതൊരുവർക്കും ചിന്തിച്ചാലറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതമന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം. അന്തവുമാദിയുമില്ലാത്തൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം. അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കണം. ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയുമരുളണം. അവ്യക്തമതിസൂക്ഷ്മമായോരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയവിലക്ഷണം. ദൃഗ്രൂപമേകമന്യൽ സകലം ദൃശ്യം ജഡം ദുർഗ്രാഹ്യമനാത്മകമാകയാൽ അജ്ഞാനികൾ എങ്ങനെയറിയുന്നു മാനസവ്യതിരിക്തം മങ്ങീടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം. ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ളൈക്യമായതു ജീവൻ ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മമെന്നതു നൂനം. നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷയാഖ്യേ ലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം ഹൈരണ്യമതു വിരാട് പുരുഷനതിസ്ഥൂലം. ഭാവന വിഷയമായൊന്നതു യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം. ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുനാ മഹത്തത്വാദ്യാവൃതസ്ഥൂലദേഹേ ബ്രഹ്മാണ്ഡകോശേ വിരാട് പുരുഷേ കാണാകുന്നു. സന്മയമെന്ന പോലെ ലോകങ്ങൾ 14 തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ 14 ലോകവും നൂനം. പാതാളം പാദമൂലം പാഷ്ണികൾ മഹാതലം നാഥ തേ ഗുൽഫം രസാതലവും തലാതലം ചാരുജാനുക്കളല്ലോ സുതലം രഘുപതേ ഊരുകാണ്ഡങ്ങൾ തവ വിതലമതലവും ജഘനം മഹീതലം നാഭിതേ നഭസ്ഥലം രഘുനാഥോരസ്ഥലമായതു സുരലോകം കണ്ഠദേശം തേ മഹർലോകമെന്നറിയണം തുണ്ടമായതു ജനലോകമെന്നതു നൂനം. ശംഖദേശം തേ തപോലോകം മങ്ങതിന്മീതേ പങ്കജയോ നിവാസമാകിയ സത്യലോകം ഉത്തമാംഗം തേ പുരുഷോത്തമ ജഗൽപ്രഭോ സത്തമാത്രക മേഘജാലങ്ങൾ കേശങ്ങളും ശക്രാദിലോകപാലന്മാരെല്ലാം
ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും വക്രമായതു വന്നി നേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മനസായതു ചന്ദ്രനല്ലോ ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധി വാക്പതിയല്ലോ കോപകാരണം അഹങ്കാരമായതു രുദ്രൻ വാക്കെല്ലാം ഛന്ദസ്സുകൾ ദംഷ്ട്രകൾ യമനല്ലോ നക്ഷത്ര പങ്ക്തിയല്ല ദ്വിജപങ്ക്തികളല്ലോ ഹാസമായതു മോഹകാരിണി മഹാമായ വാസന സൃഷ്ടിസ്തവാപാംഗമോക്ഷണമല്ലോ ധർമ്മം നിൻ പുരോഭാഗം അധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷനിമേഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥിവീധരങ്ങൾ പോൽ അസ്ഥികൾ ആകുന്നതും വൃക്ഷാദ്യൗഷധങ്ങൾ തേ രോമങ്ങളാകുന്നതും ത്രക്ഷണ ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവ രേതസ്സെന്നറിയണം പുഷ്ടമാ മഹീപതേ കേവല ജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം മുക്തി നിന്തിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതമീ ദൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേ ഇക്കാലമിതിൽ കാളും മുഖ്യമായിരിപ്പൊന്നിതി കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം താപസവേഷം ധരാവല്ലഭം ശാന്താകാരം ചാപേഷുകരം ജടാവൽക്കലവിഭൂഷണം കാനനേ വിചിന്വന്തം ജാനകീം സലക്ഷ്മണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം മാനസേ വസിപ്പതിനായഹം ചിന്തിക്കുന്നേൻ ഭാനുവംശോദ്ഭൂതനാം ഭഗവൻ നമോ നമ സർവജ്ഞൻ മഹേശ്വരനീശ്വരൻ മഹാദേവൻ ശർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയേയും ധ്യാനിച്ചുകൊണ്ടു കാശ്യാം സന്തതമിരുന്നരുളിയിടുന്നു മുക്ത്യർത്ഥമായി തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരകബ്രഹ്മവാക്യം രാമ രാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാഥൻ
വസിച്ചിടുന്നു സദാകാലം. പരമാത്മാവു പരബ്രഹ്മം നിൻ തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ. മൂഢന്മാർ ഭവതത്വമെങ്ങനെയറിയുന്നു മൂടിപ്പോകയാൽ മഹാമായ മോഹാന്ധകാരേ. രാമഭദ്രായ പരമാത്മനെ നമോ നമോ. രാമചന്ദ്രായ ജഗത് സാക്ഷിണേ നമോ നമഃ. പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ. പാഹി സൗമിത്രി സേവ്യ പാഹി മാം ദയാനിധേ. നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായ് കമ്പുജവിലോചന സന്തതം നമസ്കാരം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. സർവത്ര ശ്രീരാമനാമ സങ്കീർത്തനം ജയ ജയ രാമ രാമ. ജയ ജയ രാമ രാമ.